എനിക്ക് എന്റെ കുഞ്ഞിനെ വേണമെന്നുള്ളത് കൊണ്ടല്ലേ നിങ്ങളെ, അതിനുവേണ്ടി നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നുള്ളത് കൊണ്ടല്ലേ. പക്ഷെ ആ സ്വർണത്തിന്റെ പേരില് നിന്റെ അമ്മ നിന്നെയും ഞങ്ങളിൽ നിന്ന് അകറ്റാൻ നോക്കിയില്ലേ മോനെ? നിനക്കറിയോ, ഈ മനുഷ്യൻ അന്ന് സ്വർണം നിന്റെ കയ്യിൽ തരാതെ വീട്ടിൽ കൊണ്ടുവന്ന് തരാന്ന് പറഞ്ഞതേ സുശീല വിളിച്ചു പറഞ്ഞിട്ടാ. പ്രഭേ, സത്യനല്ല അറിയട്ടെ സുധേട്ടാ, നിങ്ങൾ എന്തിനാ വീണ്ടും സുശീലയെ രക്ഷിക്കാൻ നോക്കുന്നേ? അവരെ പേടിച്ചും അനുസരിച്ചും ജീവിച്ചതിന് കിട്ടിയില്ലേ നിങ്ങൾക്ക്? സത്യമാണോ അങ്കിൾ ഇതൊക്കെ? അമ്മ പറഞ്ഞിട്ടാണോ അങ്കിൾ സ്വർണം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്? അതെ മോനെ, ഞാനത് സുശീലയുടെ കയ്യിൽ കൊടുക്കുമ്പോഴും നല്ല മനസ്സോടെയാ കൊടുത്തത്. ഇന്ദ്രനൊരാവശ്യം വന്നപ്പോ എന്റെ മകളുടെ സ്വർണം ഉപയോഗിക്കപ്പെട്ടതില് എനിക്ക് വലിയ അഭിമാനം തോന്നിയത്. പക്ഷേ ഞാൻ മറ്റെന്തൊക്കെയോ പറഞ്ഞെന്ന് ധരിപ്പിച്ച് സുശീല ഇന്ദ്രനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും. അതാണെന്ന് സംഭവിച്ചത്. എനിക്കിപ്പോ എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ, പക്ഷെ അമ്മയ്ക്കെതിരെ ഈ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കൂടിയാ പ്രതിഭയെ നിങ്ങൾ ആ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. അതിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല മോനെ. അനുപമ വന്ന് പ്രതിഭയെ മരുന്ന് കഴിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച ശേഷം അവര് രണ്ടുപേരും മുറിയടച്ചിരുന്ന് കുറെ നേരം സംസാരിച്ചു. അതിനുശേഷമാ പ്രതിഭ ഇവിടുന്ന് ബാഗും എടുത്ത് അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അതെ, കരുതലോടെ ഇരുന്നില്ലെങ്കിൽ അനുചേച്ചിയിൽ നിന്ന് ഇന്ദ്രേട്ടനെ അകറ്റിയതുപോലെ സത്യേട്ടിൽ നിന്ന് എന്നെയും അമ്മ അകറ്റുമെന്ന് അനുചേച്ചി എന്നോട് പറഞ്ഞു. അവര് പറയുന്നതെല്ലാം അനുസരിച്ച് പാവത്തെ പോലെ ഇരുന്നതുകൊണ്ട് ഇന്ദ്രേട്ടന്റെ അമ്മയെ കൊണ്ട് അനുചേച്ചിക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായത്. ആ അവസ്ഥ എനിക്ക് ഉണ്ടാവരുതെന്ന് കരുതിയ ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഞാനവിടെ എത്തിയ സത്യേട്ടനെങ്കിലും എന്റെ കൂടെ നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഇല്ല പ്രതിഭേ, നീ വിചാരിക്കുന്നത് പോലെ അമ്മ എതിർത്ത് ജീവിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് നിന്റെ ഈ ഒരു അവസ്ഥയിൽ. ഉറപ്പായിട്ടും എനിക്ക് നിന്നോട് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞിന് ജന്മം നൽകുന്നത് വരെ നീ ഇവിടെ തന്നെ തുടരണമെന്നാ. ഇനി ആരുടെയും വാക്ക് കേട്ട് ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കത്തില്ല. നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പോ ഞാനിവിടെ ഉണ്ടായിരിക്കും. പ്രതിഭയുടെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും വരാതെ ഞാൻ നോക്കിയിരിക്കും. ഞങ്ങൾ നീ പറയുന്നത് പോലെ മുന്നോട്ട് പോകാൻ തയ്യാറാണ് സത്യ. നീ പ്രതിഭ മോളെ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നിന്റെ കുഞ്ഞിനെ വയറ്റി ചുമക്കുന്നത് അവളല്ലേ? സത്യനും ഞാൻ ഒരുമിച്ച് ഇങ്ങോട്ട് വരാനിരുന്നതാ. പെട്ടെന്ന് ഇന്ദ്രൻ വിളിച്ചിട്ട് അവന് പോകേണ്ടി വന്നു. അവന്റെ വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സത്യന്റെ ഭാര്യയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമായിരിക്കോ? സുശീലാന്റി പറഞ്ഞതുപോലെ സത്യേട്ടനും പ്രതിഭയും തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലമ്മേ. അതെന്തെങ്കിലും ആവട്ടെ. അച്ഛൻ ഗോകുലേട്ടനെ കണ്ട കാര്യം പറ. ഏട്ടൻ വലിയ സങ്കടത്തിലായിരിക്കും അല്ലേ? സങ്കടമുണ്ടെങ്കിലും അവൻ അതെന്റെ മുന്നിൽ കാണിച്ചില്ല. വലിയ ധൈര്യശാലിയെ പോലെ അവൻ എന്റെ മുന്നിൽ നിന്നേ. അവൻ അവിടെ നിന്ന് ജാമ്യം കെട്ടി പുറത്തു വരണമെന്ന് ആഗ്രഹമൊന്നുമില്ലേ? വക്കീലിനോട് ഉടനെ ജാമ്യാപേക്ഷ കൊടുക്കണ്ടെന്ന് അവൻ പറഞ്ഞത് എന്തിനാ? ആ ജീവൻ രാജിനെ കണ്ടെത്തുന്നതിന് മുൻപ് ഗോകുലിന്റെ ജാമ്യാപേക്ഷ കോടതി വന്ന പോലീസ് ഒരുപക്ഷെ അതിനെ എതിർക്കും. കോടതി ജാമ്യം നിഷേധിക്കുന്ന ഒരു അവസ്ഥ വരണ്ടെന്നാ ഗോകുലിന്റെ അഭിപ്രായം. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ അതൊരു ശരിയായ തീരുമാനമാണ്. പക്ഷേ
പോലീസ് ജീവൻ രാജിനെ കണ്ടെത്താൻ വൈകും തോറും ഏട്ടൻ ജയിലിൽ കഴിയണ്ടേ അച്ഛാ? അതെത്രാന്ന് വെച്ചിട്ടാ? അതെ, നിങ്ങൾ അവൻ പറയുന്നത് കേൾക്കാതെ വക്കീലായിട്ട് നേരിട്ടൊന്ന് സംസാരിക്ക് സച്ചിയേട്ടാ. സത്യനും അത് തന്നെ പറഞ്ഞത്. ഏതായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. ഏട്ടൻ വേറൊന്നും പറഞ്ഞില്ലേ അച്ഛാ? നിങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. പിന്നെ കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ സത്യം വന്നതിൽ അവന് ഒരു ആശ്വാസമായതുപോലെ തോന്നിയത്. പിന്നെ അവൻ അന്വേഷിച്ചത് അനന്തൻ മാഷിനെ കുറിച്ചും മഞ്ചാടിയെ കുറിച്ചുമാ. ആ മഞ്ചാടിയെ കുറിച്ച് അവൻ എന്തിനാ അന്വേഷിക്കുന്നേ? അന്നും ഇന്നും അവള് കാരണമല്ലേ അവന് ജയിലിൽ കിടക്കേണ്ടി വന്ന്. അതല്ല, അവള് അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ അവൻ. അവള് പോയെന്ന് പറഞ്ഞപ്പോൾ അവന് ആശ്വാസമായി. പിന്നെ മാഷ് വേറൊരു കാര്യം അന്വേഷിക്കാത്തതിൽ ഏട്ടന് നല്ല വിഷമം കാണുമല്ലേ അച്ഛാ? മാഷ് ജയിലിൽ പോയി അവനെ കാണുമെന്നൊക്കെ അവൻ പ്രതീക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ അച്ഛന് പറയാറുന്നില്ലേ? ലഘു സ്വർണ്ണക്കടത്ത് കേസിൽ പെട്ടതും അതിന്റെ പേരിലുണ്ടായ ഇഷ്യൂസൊക്കെ ഞാൻ പറഞ്ഞു. ഏതായാലും ഗോകുലിനെ ഒന്ന് പോയി കാണാൻ മാഷിനോട് പറയണം. അവന് എന്തോ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് ആർക്കറിയാം. ആരേച്ചി വന്ന? അറിയില്ല ചിരു, ഒരു വലിയ കാറാ. ആരേച്ചി? അനന്തൻ മാഷിന്റെ വീടല്ലേ? അതെ, നിങ്ങളാരാ? ഞങ്ങള് രഘുവിനൊന്ന് കാണാൻ വന്നത്. നിങ്ങളിത് എവിടേക്കാ പോകുന്നേ? ഇവിടെ അച്ഛനും രഘുവേട്ടനൊന്നും ഇല്ല. അല്ല, നിങ്ങളിത് എങ്ങോട്ടേ പോകുന്നേ? നിങ്ങൾ